കൊച്ചിയിൽ ദുരൂഹ സാഹചര്യത്തിൽ റിട്ടയർഡ് അധ്യാപിക മരിച്ച നിലയിൽ. എറണാകുളം പോണേക്കര പ്രതീക്ഷ നഗർ റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരി വനജയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിനുള്ളിലെ കിടക്കയിലാണ് രക്തം വാർന്ന മരിച്ച നിലയിൽ വനജയെ കണ്ടെത്തിയത്. വനജയുടെ മൃതദേഹം നിറയെ മുറിവുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സ്ഥലത്തെത്തിയ പോലീസ് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ കൊലപാതകമാണെന്നാണ് സംശയിക്കുന്നത്. പിണറായിയിൽ സ്ഫോടക വസ്തു പൊട്ടിയത് റീൽസ് ചിത്രീകരണത്തിനിടെ. വിപിൻ രാജിന്റെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തു പൊട്ടുന്ന ദൃശ്യം പുറത്തുവന്നു. CPM പ്രവർത്തകനായ വിപിന്റെ കൈപ്പത്തി ചിതറിയ അപകടത്തിൽ പൊട്ടിയ സ്ഫോടക വസ്തു പടക്കമാണെന്നായിരുന്നു FIR. നിരവധി കേസുകളിൽ പ്രതിയാണ് വിപിൻ രാജ്. 6 വയസ്സുകാരനെ അമ്മ കൊലപ്പെടുത്തി. കോഴിക്കോട് കാക്കൂരിലാണ് നാടിനെ നടുക്കിയ ദാരുണ കൊലപാതകം നടന്നത്. 6 വയസ്സുകാരനെ അമ്മ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ മാനസിക പ്രശ്നത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. മകനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ വിവരമറിയിക്കുകയായിരുന്നു. വിവാദ യൂട്യൂബർ ഷാജൻ സ്കറിയക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസ്. ഡോക്ടർ ജോജോ വി ജോസഫിന്റെ പരാതിയിൽ കടവന്ത്ര പോലീസാണ് കേസെടുത്തത്. ഡോക്ടറുടെ കാല് വെട്ടണം എന്നടക്കം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതിനാണ് പുതിയ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വാർത്ത ചെയ്യാതിരിക്കാൻ പണം ചോദിക്കുകയും പണം കൊടുക്കാത്തതിനെ തുടർന്ന് ഡോക്ടറെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുകയും ചെയ്തതിന് 2 ആഴ്ച മുമ്പ് കടവന്ത്ര പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. 2 മാസത്തിനുള്ളിൽ 4ാമത്തെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ഷാജൻ സ്കറിയുടെ പേരിൽ എറണാകുളം ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ കേരളത്തിൽ 132 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷാജൻ സ്കറിയ. വിമാനമിറങ്ങിയ പ്രവാസിയെ അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. ദുബൈയിൽ നിന്നും നാട്ടിൽ മടങ്ങിയെത്തിയ യുവാവിനെ കൊച്ചി വിമാനത്താവളത്തിന് സമീപത്തു നിന്നും 3 പേർ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോവുകയും കാറിൽ കയറ്റി മർദ്ദിക്കുകയുമായിരുന്നു. 1 ലക്ഷം രൂപ വില വരുന്ന ഐഫോണും ഹാൻഡ് ബാഗും സാധനങ്ങൾ കൊണ്ടുവന്ന പെട്ടിയും തട്ടിയെടുത്ത ശേഷം 6 അംഗ സംഘം യുവാവിനെ വഴിയിൽ തള്ളി. കാസർഗോഡ് കിഴക്കേക്കര തവയ്ക്കൽ മനസ്സിൽ മുഹമ്മദ് ഷാഫിയാണ് തട്ടിക്കൊണ്ടുപോയത്. മർദ്ദനത്തിന് ശേഷം യുവാവിനെ ആലുവ പറവൂർ കവലയിലാണ് ഇറക്കിവിട്ടത്. സംഭവത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമാണെന്ന് സംശയിക്കുന്നത്. ദുബായ് അജ്മാനിലെ കഫറ്റീരിയയിൽ ഡെലിവറി ബോയാണ് ഷാഫി ജോലി ചെയ്യുന്നത്. 2024 മെയ് മാസത്തിലാണ് ഷാഫി അവസാനമായി നാട്ടിലെത്തിയത്. സ്വർണം എവിടെയെന്ന് ചോദിച്ചാണ് മർദ്ദിച്ചതെന്ന് ഷാഫി പറഞ്ഞു. ആളൊഴിഞ്ഞ സ്ഥലത്ത് യുവാവിന്റെ ഒരാഴ്ചയോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. നറുകര അങ്ങാടിപ്പുറം നഗറിലെ വേലായുധന്റെ മകൻ നിശാന്താണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. നറുകര അത്തിക്കോട് നഗർ ശ്മശാനത്തിന് താഴെ കൗങ്ങിൻ തോപ്പിലാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ മൃതദേഹം കണ്ടത്. ദുർഗന്ധം പരക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പിന്നാലെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. നിഷാദിന്റേത് അപകട മരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൗങ്ങിൽ നിന്ന് പറിച്ച അടക്ക, അഴിച്ചുവെച്ച നിലയിൽ ചെരുപ്പ്, ഷർട്ട്, മുണ്ട് എന്നിവയും മൊബൈൽ ഫോണും കണ്ടെത്തി. അടയ്ക്ക പറിക്കാനായി കയറിയപ്പോൾ പിടിവിട്ട് കൗങ്ങിൽ നിന്ന് വീണ് മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കുറച്ച് ദിവസമായി നിശാന്ത് വീട്ടിലെത്തിയിരുന്നില്ല. ദൂരെ എവിടെയോ ജോലിക്ക് പോയതാകുമെന്നാണ് അമ്മ യശോദയും സഹോദരങ്ങളും കരുതിയത്. നിശാന്ത് അവിവാഹിതനാണ്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കൊല്ലത്ത് റബ്ബർ തോട്ടത്തിൽ നിന്നും തലയോട്ടികളും അസ്ഥിയും കണ്ടെത്തി. അമ്പലത്തും ഭാഗത്ത് വീട്ടമ്മയായ സതി തോട്ടത്തിൽ റബ്ബർ ടാപ്പിംഗ് ജോലി ചെയ്യുന്നതിനിടെയാണ് തലയോട്ടി കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് പ്രദേശത്ത് നടത്തിയ തെരച്ചിലിൽ അസ്ഥികളും കണ്ടെത്തി. തോട്ടത്തിലെ കാട് പിടിച്ച സ്ഥലത്ത് നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയത്. കനാലിനോട് ചേർന്ന് മരത്തിൽ തൂങ്ങി മരിച്ചയാളുടേതെന്ന് തോന്നുന്ന വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. തലയോട്ടിയും അസ്ഥികളും 3 മാസം മുമ്പ് കാണാതായ സതിയുടെ ഭർത്താവിൻ്റെതാണെന്നാണ് സംശയം. പോരുവഴി അമ്പലത്തും ഭാഗത്തെ രാജ്ഭവനിൽ രാജേന്ദ്രനെയാണ് 3 മാസങ്ങൾക്ക് മുമ്പ് കാണാതായത്. വസ്തുക്കൾ രാജേന്ദ്രന്റേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയ രാജേന്ദ്രനെ ദൂരെ എവിടെയോ പോയെന്ന വിശ്വാസത്തിലായിരുന്നു വീട്ടുകാർ. പോലീസിൽ പരാതി നൽകുകയും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ശാസ്ത്രീയ പരിശോധനകളോടെ മാത്രമേ കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ രാജേന്ദ്രന്റേതാണെന്ന് സ്ഥിരീകരിക്കാനാവൂ.